യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നയാളാണ് ക്രിസ്ത്യാനി. യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അതല്ലാതെ മറ്റൊരു പേരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇല്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് പെന്തക്കോസ്തുകാരെന്ന് പേരില്ല, ബ്രദറൻകാരെന്ന് പേരില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് കത്തോലിക്കനെന്നോ യാക്കോബക്കാരനെന്നോ ബ്രദറനെന്നോ ബാപ്റ്റിസ്റ്റെന്നോ ഒന്നുമല്ല പേര്. അവരുടെ പേര്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പേര് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമ്മൾ കാണുന്ന അനേകം സോക്കോൾഡ് ക്രിസ്ത്യാനികളുണ്ട്. അത് എൻ്റെ പേരിൽ ശരിയായ ക്രിസ്ത്യാനി ആയിത്തീരുക, ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു വളർന്നവർ, അവർ ആ പാരമ്പര്യമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. എന്നാൽ ശരിയായ ക്രിസ്ത്യാനി ആയിത്തീരുക, അവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. അവർക്കാണ് ശരിയായിട്ടും ആ പേര് ഇടേണ്ടത്, അവർക്കാണ് ആ പേര് യോഗ്യമായിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നവനും ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനുമാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിച്ചിട്ടുള്ളവരെയാണ് യഹൂദന്മാരുടെ പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ നാളിലാണ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത്. അപ്പോൾ അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്ന ആ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പേരുണ്ടായത്. അല്ലാതെ അവർക്ക് അന്ന് പെന്തക്കോസ്തുകാരെന്നല്ല പേരുണ്ടായത്. അതുകൊണ്ട് അന്നും എന്നും അതാണ് അടിസ്ഥാനം, സത്യം അതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് പെന്തക്കോസ്തുകാരെന്നല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ, ആത്മാവിൽ നടത്തപ്പെടുന്നവർ, അവരാണ് ക്രിസ്ത്യാനികൾ. ചില ആളുകൾ പറയുന്നു പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കുന്നതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവം ബൈബിളിൽ അങ്ങനെ ഒരു ടേം ഇല്ല. യഹൂദരുടെ പെരുന്നാൾ ദിവസമായ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ അനുഭവത്തിന് പരിശുദ്ധാത്മ സ്നാനമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിച്ചവർക്ക് അന്ന് ബൈബിളിൽ ഒരിടത്തും പെന്തക്കോസ്തുകാർ എന്നൊരു പേരില്ല. അതുകൊണ്ട് ഇന്നും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നവർ സ്വീകരിക്കേണ്ട പേര് ക്രിസ്ത്യാനി എന്നാണ്. ഈയിടെയായി ഞാൻ ശ്രദ്ധിക്കുന്നു, ചില ആളുകൾ, ചില പ്രത്യേക സഭാവിഭാഗക്കാർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് തലമുറ. അവർ തലമുറയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ സന്തതികളെയാണ്, മക്കളെയാണ്. എന്നാൽ നമ്മൾ പറയുന്ന പദങ്ങൾ മറ്റു മനുഷ്യർക്കും ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിൽ വേണം പറയാൻ. എൻ്റെ തലമുറയെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ സമപ്രായക്കാരും സമകാലീനരായ എൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, അഥവാ ഏകദേശം എൻ്റെ പ്രായമുള്ള, ഞാൻ ജീവിച്ചിരിക്കുന്ന ആ സമൂഹമെന്നാണ്, അല്ലാതെ എൻ്റെ മക്കൾ എന്നല്ല. നമ്മുടെ മക്കൾക്ക് വരും തലമുറ, അടുത്ത തലമുറ, നമ്മുടെ മക്കൾ, സന്തതി പരമ്പരകൾ എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ എൻ്റെ തലമുറ എന്ന് പറഞ്ഞാൽ മക്കളല്ല. എൻ്റെ തലമുറ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ പ്രായക്കാരും സമാന പ്രായമുള്ളവരുമൊക്കെയായ ഒരു കൂട്ടം മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്.